ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടാരറ്റ് റീഡിംഗ് ആണ്. അപ്പോൾ അതിലെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ 2 പൈലാണ് സെലക്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് പൈൽ 1 എന്ന് പറയുന്നത് ബ്ലാക്ക് ടർമോണിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ്. പൈൽ 1 ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്, റിംഗ് സെലക്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. പൈൽ 2 എന്ന് പറയുന്നത് നമ്മളുടെ ടൈഗേഴ്സ് ഐ ക്രിസ്റ്റലും അല്ലെങ്കിൽ ആ ഒരു അമത്തീസ്റ്റ് അതിൻ്റെയും കൂടെ ചേരുന്ന ഒരു ക്രിസ്റ്റൽ കോമ്പിനേഷനുള്ള ഒരു ബ്രേസ്ലെറ്റാണ് പൈൽ 2 ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് ആ ഒരു ഇൻഡ്യൂഷൻ ലെവലിലൊക്കെ നിങ്ങളോടൊന്ന് ചോദിക്കുക ഏത് പൈൽ സെലക്ട് ചെയ്യണം എന്നുള്ളത്. പൈൽ 1 എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ബ്രേസ്ലെറ്റ്, ബ്ലാക്ക് ടർമോണിൻ്റെ ബ്രേസ്ലെറ്റ്. പൈൽ 2 എന്ന് പറയുന്നത് ഒരു ടൈഗേഴ്സ് ഐ കോമ്പിനേഷനുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ്. അപ്പോൾ ഏതാണെന്ന് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ലെവലിൽ ഒന്ന് ചോദിച്ചിട്ട് ഏത് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇത് പൈൽ 1, ഇത് പൈൽ 2. അപ്പോൾ പൈൽ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. പൈൽ 1 സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്, അതായത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് നിങ്ങളോടുള്ളത് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി ലെവൽ, നിങ്ങളോടുള്ള എനർജി ലെവൽ ഇപ്പം എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയ സ്ട്രെങ്ത് കാർഡ് കിങ് ഓഫ് സോഡ്സ്, 8 ഓഫ് സോഡ്സ്, ഹൈ പ്രീസ്റ്റസ്, പിന്നെ 9 ഓഫ് കപ്സ്, 8 ഓഫ് വാണ്ട്സ്. ഇത് അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് തോട്ട് ആണ്, അല്ലെങ്കിൽ തിങ്കിങ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു ക്ലാരിഫിക്കേഷനും കൂടെ. അപ്പോൾ ഇവിടെ ഒരു യൂത്ത്ഫുൾ അല്ലെങ്കിൽ ഒരു പ്യൂരിറ്റി, ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ യൂത്ത്ഫുള്ളായിട്ടൊരു റൊമാൻറ്റിക് ഫീലിംഗിൽ ആ ഒരു എനർജി വൈസൊക്കെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്തോ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയൊരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ വാക്കുതർക്കമോ അങ്ങനത്തെ എന്തോ വിഷയം വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒക്കെ ആയതുകൊണ്ട് അത് അവർക്ക് ആ ഒരു രീതിയിലുള്ള ആ ഒരു സ്നേഹം എല്ലാം നിങ്ങളോടുണ്ട്. മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് പുറമെ എന്ത് കാര്യങ്ങൾ അറിയാതെയൊക്കെ സംഭവിച്ചു പോയാലും അത് ഉണ്ടായതുകൊണ്ട് ആ ഒരു നടന്നുപോയ എന്ത് സംഭവമാണ് അതിൽ അവർ വളരെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇത് ആ ഒരു ആ ഒരു വിശ്വാസമുള്ള അല്ലെങ്കിൽ ഈശ്വര ചൈതന്യമുള്ള ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് പോലുള്ള ഒരു ബന്ധമൊക്കെ ആയതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഈ ഒരു പ്രശ്നം റിസോൾവ് ചെയ്ത് പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവരിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ഡീപ്പായിട്ട് ആ ഒരു നടന്ന സംഭവത്തിൻ്റെ പുറത്ത് അവർ ഫോൺ ചെയ്താലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ അത് വേറെ എന്തെങ്കിലും ഒരു അവർ
പ്രശ്നം ആവുമോ, അല്ലെങ്കിൽ അവരുടെ ഈഗോയ്ക്ക് എന്തെങ്കിലും ഒരു ഹർട്ട് സംഭവിക്കുമോ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുമ്പിൽ താഴ്ന്നു പോയി എന്നൊക്കെ തോന്നുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത കൂടി അവരുടെ ഉള്ളിലുണ്ട്. എന്നാലും ഈ ഒരു ഇഷ്യൂ എങ്ങനെയെങ്കിലും റിസോൾവ് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു ബന്ധത്തിൽ, ആ ഒരു കണക്ഷനിൽ പഴയതുപോലെ തിരിച്ചു വരണം എന്നുള്ള ഒരു രീതിയാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സുകൊണ്ട് വളരെ സ്ട്രെങ്താണ്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വാള കൊണ്ട് വെട്ടിമുറിക്കുന്നത് പോലെ മുന്നും പിന്നും നോക്കാതെ ആ ഒരു രീതിയിലുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ പറയുന്ന ആ ഒരു രീതിയൊക്കെ ആയതുകൊണ്ട് ആയിരിക്കണം ആ ഒരു എന്താണ് പ്രശ്നം നടന്നതെന്ന് വെച്ചാൽ അവർ വളരെ കൺഫ്യൂസിങ് അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് പഴയതുപോലെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് അടുത്ത് വരണം, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞ് എല്ലാ വിഷയങ്ങളും സോൾവ് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നു. നമുക്ക് അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ ആ ഒരു ജെൻഡർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ ആര് ഈ റീഡിങ് കണ്ടാലും ആ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ എനർജറ്റിക് ആണ്, ഒരു യൂത്ത്ഫുൾ രീതിയിൽ, ആ ഒരു ഫയറി എനർജിയിൽ എല്ലാ രീതിയിലും നിങ്ങളുടെ മുന്നിൽ ഒരു കെയറിങ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം അല്ലെങ്കിൽ അവരുടെ സമയം എല്ലാം നൽകിക്കൊണ്ട് എപ്പോഴും ഒരു ഫയറി എനർജി പോലെ വളരെ യൂത്ത്ഫുള്ളായിട്ടൊരു എനർജറ്റിക് ആയിട്ടൊക്കെ നിൽക്കണമെന്നും അത് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ജീവിതത്തിൽ ഈശ്വരൻ തന്ന ഒരു ഗിഫ്റ്റ് എന്നൊക്കെയുള്ളൊരു രീതിയിൽ അവർ കണക്കാക്കുന്നു. അപ്പോൾ അവർ ഇപ്പം എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും അവർ വളരെ ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയും, അപ്പോൾ നേരത്തെ എന്തോ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ കാര്യം ആ ഒരു പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒന്നും അങ്ങോട്ട് ശരിയാവാതെ സ്റ്റക്കായി സ്റ്റാഗ്നൻ്റായി നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നെങ്കിലും അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പ്രശ്നം നടന്നതിൻ്റെ മുകളിൽ എന്ത് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും തിരിച്ച് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പഴയ രീതിയിലേക്ക് വളരെ എല്ലാ രീതിയിലും ഫുൾഫിൽഡ് ആയിക്കൊണ്ട് നല്ല രീതിയിൽ രണ്ടുപേരുടെയും എനർജിക്ക് ലോസൊന്നും വരാത്ത രീതിയിൽ ഒരു ഫുൾ ഫ്രീഡമുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തെയും ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് രീതിയിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്നൊക്കെ ആ ഒരു രീതിയിലേക്ക് പഴയതുപോലെയൊക്കെ വരണം എന്നുള്ളൊരു ഫീലിങ്സാണ് അവർക്ക് ഇപ്പം നിങ്ങളോടുള്ളത്. പക്ഷേ ആ ഒരു പഴയ കാര്യം നടന്നതിൻ്റെ പേരിൽ അവരൊറ്റപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ പേരിൽ അവർ ഒറ്റപ്പെട്ട് വളരെയധികം വേദനിച്ച് ഡെത്ത് സംഭവിച്ചതുപോലെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം എന്ന്
അവരുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായതുകൊണ്ടാണ് ഇത്രത്തോളം വേദന അവർക്ക് തോന്നുന്നത്. ഇനി അവരുടെ ഇൻറ്റൻഷനും കൂടെ നോക്കി അവർക്ക് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണ്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എങ്ങനെയെങ്കിലും വശീകരിച്ച്, കാരണം ഇവിടെ എന്തോ ഒരു ചെറിയതല്ല വലുതല്ലാത്ത എന്തോ ഒരു പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന് ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ പഴയ രീതിയിലേക്ക് നിങ്ങളെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് വശീകരിച്ച് ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ എല്ലാ രീതിയിലും നിങ്ങളുടെ എനർജി വൈസ്, ഫിസിക്കലി, ആ ഒരു ഇമോഷണലി ഒക്കെ അവർ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയതുകൊണ്ട് ആ ഒരു കാലചക്രം, ഈശ്വരൻ്റെ ആ ഒരു കാലമാകുന്ന ആ ഒരു ചക്രം ഫേവറബിളായിട്ട് കറങ്ങുമെന്നും ആ ഒരു രീതിയിൽ ആ ഒരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു മാരേജ് പോലത്തെ കാര്യത്തിലേക്കൊക്കെ എത്തിച്ചേർക്കണം. എപ്പോഴും ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെ എപ്പോഴും ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിട്ട് അവർക്കെപ്പോഴും കൂടെ വേണം എന്നുള്ളതാണ് അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി അവരുടെ അടുത്ത ഒരു മാസത്തിനകം അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും മാക്സിമം ഒരു മാസത്തിനകം അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻസ് എന്തെല്ലാമാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ഓവറോൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അവരുടെ കണ്ണിൽ നിങ്ങൾ അവരുടെ ലവറാണ്, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു എംപറർ അല്ലെങ്കിൽ ഒരു പുരുഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. തിരിച്ച് അവരുടെ ആ ഒരു ഭാര്യാസ്ഥാനത്ത് ഒക്കെ നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ എന്നവർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി അല്ലെങ്കിൽ ഒന്ന് യാത്ര ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഒക്കെ ആ ഒരു രീതിയിൽ ആ ഒരു പ്രശ്നം എന്ത് പ്രശ്നമാണ് ഉള്ളതെന്ന് അറിയത്തില്ല, അതൊന്ന് സോൾവ് ചെയ്ത് പഴയ രീതിയിലേക്കൊക്കെ പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ചെയ്യണോ വേണ്ടയോ, ചെയ്താൽ അവരുടെ ഈഗോയ്ക്ക് വെറും ഒരു പാവമല്ലേ എന്ന് കരുതി നിങ്ങളിനി മുതലെടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ട് ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവർക്ക് നിങ്ങളുടെ ഒരു പെട്ടെന്നുള്ള ഈ വാളെടുത്ത് മുറിക്കുന്ന രീതിയിലുള്ള അവരെ ഒന്ന് കൺസേൺ ആവുകയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർ മെയിൽ ക്യാരക്ടറാണ് ഇപ്പോഴത്തെ സൈഡിൽ ഈ പേഴ്സൺ എന്ന് പറയുന്ന ഒരു മെയിൽ ക്യാരക്ടർ ആണെങ്കിൽ ഈ ഫീമെയിൽ എന്ന് പറയുന്ന ആൾ അവർക്ക് ഒരു മസ്കുലിൻ പവറിൻ്റെ ആ ഒരു രീതിയിലൊരു സ്ഥാനം കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്കൊരു ചെറിയ ഒരു ചോയ്സ് വെച്ചിട്ട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ആ ഒരു രീതിയും അവർക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഡിസിഷൻ മേക്കിംഗ് അത് എടുത്തു ചാടിയുള്ള ഒന്നും നോക്കാതെ ഉള്ള രീതിയിലുള്ള
ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ചൊന്ന് മാറ്റിയിട്ട് ആ ഒരു രീതിയിലൊക്കെ വളരെ ലവബിളായിട്ട് നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു മാരേജ് പോലത്തെ ആ ഒരു രീതിയിലേക്കൊക്കെ ഈ ഒരു ബന്ധം കൊണ്ടുപോകണമെന്ന് ഈ പൈൽ 1 സെലക്ട് ചെയ്തവരുടെ പേഴ്സണുള്ള ആഗ്രഹം. അപ്പോൾ അവരുടെ മുന്നിൽ നിൽക്കുന്ന വിഷയം എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ആ ഒരു പ്രശ്നം ഒന്ന് റിസോൾവ് ചെയ്ത് എടുക്കണം എല്ലാ രീതിയിലും എന്നുള്ള രീതിയിൽ അവർ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ രീതിയിലൊരു പ്ലാനൊക്കെ ഇങ്ങനെ ആ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് ചെയ്യണോ വേണ്ടേ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അടുത്ത് തന്നെ ആ ഒരു രീതിയിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൾ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്ത് വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. ബിക്കോസ് അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇതാണ് പൈൽ 1ൻ്റെ ആ ഒരു റീഡിങ് ഓവറോൾ നല്ല എനർജിയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്ന ആ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ ആ ഒരു സോഡ് എനർജി എന്ന് പറയുന്നത് ഒരിത്തിരി ഒന്ന് ലിബറലൈസ് ചെയ്യണം. അപ്പോൾ അതിന് മാത്രമേ ഉള്ളൂ അവർക്ക് ഇച്ചിരി പീസ്ഫുള്ളായിട്ടുള്ള തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പൈൽ 1ൻ്റെ സെലക്ഷൻ അല്ലെങ്കിൽ പൈൽ 1ൻ്റെ റീഡിങ് നമ്മൾ കണ്ടു. ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന് അറിയില്ല. ഇതിനകത്ത് ഒരുപാട് എനർജി കയറി ഇറങ്ങി വരുന്നത് കൊണ്ട് എല്ലാ ഇൻഫർമേഷനും പറഞ്ഞത് നിങ്ങൾ അത് അട്രാക്ട് ചെയ്തെടുക്കേണ്ട. നിങ്ങളുടെ ജീവിതവുമായിട്ട് ഈ ഒരു സിറ്റുവേഷനുമായിട്ടൊക്കെ ആ ഒരു റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം മാത്രം ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എടുത്താൽ മതി, ബാക്കിയുള്ളത് വിട്ടേരെ. ഓക്കെ, പൈൽ 1ൻ്റെ റീഡിങ്ങാണ് ഇവിടെ കഴിഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് പൈൽ 2 സെലക്ട് ചെയ്ത്, അതായത് ഈ ടൈഗേഴ്സ് ഐ അല്ലെങ്കിൽ അമത്തീസ്റ്റ് ക്രിസ്റ്റലിൻ്റെ ഈ ഒരു ബ്രേസ്ലെറ്റ് സെലക്ട് ചെയ്ത ആളുകളുടെ പൈൽ 2ൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. പൈൽ 2ൻ്റെ റീഡിങ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പൈൽ 2 സെലക്ട് ചെയ്തവരുടെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലവേഴ്സാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എനർജി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ എല്ലാ രീതിയിലും നിങ്ങൾ ലവേഴ്സാണെന്നും ആ ഒരു അവർക്ക് നിങ്ങളോട് സെക്ഷലി ഉള്ള ആ ഒരു അട്രാക്ഷനും വളരെ ഹൈ ആണ്. അപ്പോൾ ആ ഒരു യൂത്ത്ഫുൾ ആയിട്ട് ആ ഒരു രീതിയിൽ വളരെ ചാമിങ് ആയിട്ട് വളരെ ഹാൻസം ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്നേഹവും സമയവും ആ ഒരു കരുതലും എല്ലാ രീതിയിലും നിലകൊള്ളാനും ഒക്കെ വേണ്ടിയിട്ട് അവർ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവർക്ക് അവരെടുക്കുന്ന തീരുമാനത്തിൽ കൃത്യമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ സ്ട്രെങ്തും അവർക്കുണ്ട്. പിന്നെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരു ലവറിൻ്റെ രീതിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് കൺസോൾ ചെയ്യാനും ആ ഒരു വിഷമത്തിൽ തരണം ചെയ്യാനായിട്ട് നിങ്ങളെ ഹീൽ ചെയ്യാനും ആ ഒരു രീതിയിലൊരു ഫാദർ ഫിഗറായിട്ട് അല്ലെങ്കിൽ ഒരു മദർ ഫിഗറായിട്ടൊക്കെ നിന്നുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കാനും കാര്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കാനും നേർവഴിയിലാക്കാനും ഒക്കെ ഒരു കഴിവും കൂടെ
ഈ പറയുന്ന ആ ഒരു പേഴ്സൺ ഉണ്ട്. പിന്നെ അവർക്ക് ജീവിതം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്കളി പോലെയല്ല. ജീവിതത്തിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് അടുത്ത ലെവലിലേക്കൊക്കെ പോയി ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലും ഒക്കെ എല്ലാം ഫുൾഫില്ലായിക്കൊണ്ട് സാമ്പത്തികമായിട്ടും പണമായിട്ടും ധനമായിട്ടും എല്ലാ രീതിയിലും കരുതിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കണം. അപ്പോൾ ആ ഒരു ജൈത്രയാത്ര മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഒരു ന്യൂ ബിഗിനിങ് അവർക്ക് നിങ്ങളോടൊപ്പം വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുകയാണ്. പക്ഷേ ഇവിടെ അവർക്ക് നേരത്തെയുള്ള ചില അനുഭവങ്ങളിൽ വെച്ചിട്ട് അവർ ചിലപ്പം വേദന തോന്നുന്ന എന്തെങ്കിലും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ഒരു റിലേഷനെ ചെറിയ രീതിയിലൊന്ന് കമ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടി അതൊരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിനകത്തുണ്ട്. എന്നാലും ഓവറോൾ അവരുടെ ചിന്തയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു എനർജി ആയതുകൊണ്ട് അവർക്ക് ആ ഒരു രീതിയിലൊക്കെ അവർ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളിൽ. അപ്പോൾ ഫിസിക്കലി ആണെങ്കിലും സെക്ഷലി ആണെങ്കിലും ഒക്കെ ആ ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നു. ഇനി അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ വളരെ അട്രാക്റ്റീവാണ്. നിങ്ങൾ തന്നെ അവർക്കൊരു ലോകമാണ്. പിന്നെ ലവർ എനർജി ഉണ്ട്. പിന്നെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഒരു ഡാർക്ക് സൈഡ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ഗ്രഡ്ജസും ഗാർബേജസും ആ ഒരു ലോ എനർജിയിൽ നിന്നെടുത്തുന്ന ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ അവർക്ക് ഈ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഒരു 2 കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ 4 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ നിങ്ങളിൽ വളരെ പൊസസീവാണ്. ആർക്കും അങ്ങനെ കൊടുക്കില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എനിക്ക് തന്നെ ജീവിതത്തിൽ വേണം. അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സോൾമേറ്റ് വൈബ് അല്ലെങ്കിൽ ആ ഒരു നേരത്തെ കുട്ടിക്കാലം മുതലേ അറിയാം അത്രയും കംഫർട്ടബിളായിട്ട് എനർജി വൈസിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവരിലേക്കൊന്നും അവരെ ഷെയർ ചെയ്യാനൊന്നും അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ വളരെ ഫയറി ആയി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ പൈറ്റുവിന് വേണ്ടുന്ന എല്ലാ സഹായവും കെയറിങ്
സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് നിൽക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പിന്നെ അതിന് ചിലപ്പം പ്രതികൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ചിലപ്പം കുറച്ച് റിസ്ക് ഒക്കെ എടുത്തുകൊണ്ടാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ മുന്നിൽ വന്നാലും അതിലൊന്നും തളർന്നു പോകാതെ ഇതും കൊണ്ട് ഈ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ആ ഒരു രീതിയിൽ ഒക്കെ അവരുടെ ഫീലിങ്സ് അങ്ങനെയാണ്. നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയൽ ഒക്കെ ആയിട്ട് അവർ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ബിട്രയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ സ്റ്റക്കായിട്ടുള്ളത് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇൻ്റർഫിയറൻസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവർക്ക് അറിയാമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് അവരുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ടൂവിൻ്റെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കുകയാണ്. ഫൈവ് ടു സെലക്ട് ചെയ്ത പേഴ്സണിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞത് നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആ ഒരു രീതിയിലൊക്കെ അവർക്ക് നിങ്ങളെ കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തന്നെ പരിചയപ്പെടൽ കൊണ്ടൊരു റിലേഷൻഷിപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ ഒന്നിനോട് ചേർന്ന് വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊളാബറേഷൻ ആ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നെഗറ്റിവിറ്റി അത് 5-2-ൻ്റെ ആ പേഴ്സണെ മനസ്സിൽ തോന്നുന്നതാണോ അതോ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് ഫോഴ്സ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് അത്തരത്തിലുള്ള ബിട്രയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത് ഒരുപാട് പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം, ഒരുപാട് സ്ട്രെങ്ത് ഒക്കെ എടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതൊരു ലോങ് ജേർണി ആയതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി അത് പതുക്കെ കാര്യങ്ങൾ എല്ലാം ഓരോ സമയമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയലായിട്ട് അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കൂടെ നിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഒക്കെ വന്ന് അങ്ങനെ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് അവിടുത്തെ ആ ഒരു എനർജി ഡിസ്റ്റോർട്ടഡ് ആയിക്കൊണ്ട് ഈ കാര്യം നടക്കത്തില്ല എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് അത് ആ ഒരു എൻഡ് വരെ കൊണ്ടുപോയി ഒരു സക്സസ്ഫുൾ മാനറിലേക്ക് എത്തിച്ചേർക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരിക്കലും ഒന്നിപ്പിക്കാൻ പറ്റത്തില്ല, ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഇങ്ങനെ എൻറ്റാങ്കിൾ ചെയ്ത് ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് വളരെ ക്ഷമയോടുകൂടി ആ ഒരു സഹനശക്തിയോടുകൂടി ഒക്കെ കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ മാത്രമേ ഇവിടെ വരെത്തത്തുള്ളൂ എന്നുള്ള രീതിയിൽ പതുക്കെ നിങ്ങളുടെ പേഴ്സൺ ഓരോരോ കാര്യങ്ങൾ
ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ നിങ്ങളെ ഫോൺ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒന്ന് ആ ഒരു രീതിയിലൊരു അപ്ഡേഷനൊന്നും ചിലപ്പോൾ നടത്തുന്നതിന് നമ്മളിലേക്ക് അവർക്ക് സ്നേഹം കാണത്തില്ല, അല്ലെങ്കിൽ കെയറിങ് കാണത്തില്ല എന്നൊക്കെ വിചാരിച്ചാലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാരണം ഇത് ചിലപ്പോൾ ബ്രേക്കായി പോവോ, അല്ലെങ്കിൽ അവസാനം എനിക്ക് കിട്ടാതായി പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ് അങ്ങനെ അവർ പെരുമാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഇതിൻ്റെ ചുറ്റിനും ഉള്ളതായിട്ട് എനിക്ക് കാണുന്നു. ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഒരു തോന്നലാവാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായാലും അവർക്കിത് അങ്ങ് എൻഡ് വരെ കൊണ്ടുപോയപ്പോഴും കൂടെ വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് ആ ഒരു രീതിയിൽ വളരെ പേഷ്യൻ്റായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നിന്നുകൊണ്ട് കുറച്ച് ടാക്ടിക്സ് ഒക്കെ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് നേടിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അവരുടെ ഒരു ഇൻറ്റൻഷൻ. ഇനി നമുക്ക് അവരുടെ നെക്സ്റ്റ് മൂവ് ടുവേർഡ്സ് യു, ഒരു മാക്സിമം 1 മന്ത് അതിനകത്ത് വെച്ചുള്ള അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് കൂടി നോക്കാം. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, ഞാനിവിടെ പറഞ്ഞല്ലോ, അവർക്ക് അവർ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് അവരുടെ ചുറ്റിനുമുണ്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു രീതിയിൽ അവർക്ക് എതിരിടാൻ വേണ്ടിയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അവർ വളരെ സമാധാനമായിട്ട്, വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരുന്നുകൊണ്ട് ഒരു ചൈൽഡ് ലൈക്ക് ആറ്റിറ്റ്യൂഡിൽ അവർ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവരുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിൽ നിങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്ന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് നിങ്ങളവരിൽ തന്നെ ചിലപ്പം അവരെ വിളിക്കുന്നില്ല, അവരെ കാണുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല. ചിലപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഡ്യൂറേഷനൊക്കെ വളരെ കുറവാകുമ്പോൾ നമ്മളോട് സ്നേഹമില്ലെന്ന് കരുതി നിങ്ങൾ ചിലപ്പം പിൻവാങ്ങാനൊക്കെയുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അവർ കുറച്ച് മാനിപ്പുലേറ്റീവായിട്ട്, വളരെ അട്രാക്റ്റീവായിട്ട്, വളരെ സ്നേഹമായിട്ട് ഇങ്ങനെ നിൽക്കാനൊക്കെ ഉള്ളൊരു ആ ഒരു രീതിയിൽ ഒക്കെ ഒന്ന് നിൽക്കും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ട്രാവലിങ്ങോ അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ എന്തോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവരൊന്നീ നിൽക്കുന്നത് ഒരുപാട് നെഗറ്റിവിറ്റി കലർന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് ഒരുപാട് ശക്തികൾ നെഗറ്റീവായിട്ടുണ്ടായത് കൊണ്ടൊക്കെ അവർ കുറച്ച് കരവിരുതോടുകൂടി, കുറച്ച് സഹനശക്തിയോടുകൂടി ഓരോ തീരുമാനങ്ങളെടുത്ത് മറ്റുള്ളവരെ ഒന്നും അറിയിക്കാതെ ആ ഒരു രീതിയിൽ ഒക്കെ നിന്നുകൊണ്ട് അതൊക്കെ ആ ഒരു രീതിയിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ടൊക്കെയുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇവിടെ ഒരു മാനിപ്പുലേറ്റീവ് എനർജി, ആ ഒരു രീതി അവരെ ഫോക്കസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെ കാണുന്നുള്ളൂ, അല്ലാത്ത രീതിയിൽ കാണുന്നില്ല. പിന്നെ ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇത് സിംഗിളായിട്ടുള്ളവരെയായിരുന്നു ഞാനിത് റീഡ് ചെയ്തത്. എന്നാൽ ഈ ഒരു 5-2 എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഉള്ള ആളുകൾക്കും ഇത് ബാധകം ആവാനുള്ള
ഒരു സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് ഫോഴ്സസ് അവിടെ കാണും. ചിലപ്പോൾ ഒരു പാർട്ടി മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ സിംഗിൾ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾ മാരീഡ് ആയിരിക്കും. അപ്പോൾ അവരെ ജീവിതകാലത്തിൽ വേണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് ആ ഒരു ടൈ ഇങ്ങനെ ടാങ്കിൾഡ് ചെയ്തിരിക്കുന്ന രീതിയിൽ കർമ്മത്തിൻ്റെ ആ ഒരു കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷനെ അവർക്ക് കീറി മുറിച്ചുകൊണ്ട് ഒക്കെ വേണം അവർക്ക് അത് നേടിയെടുക്കാനായിട്ട്. അപ്പോൾ കുറേ സഹനശക്തിയോടെ അല്ലെങ്കിൽ ക്ഷമയോടെ നിന്നാലേ മതിയാവത്തുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ ബിട്രയൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കുന്ന ആ ഒരു രീതിയിലേക്കുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ആയിട്ട് ഇത് ഡ്രോപ്പായി പോകുന്നൊക്കെ കരുതി ഒരു സമയമെടുത്ത് വളരെ പേഷ്യൻ്റായിട്ട് ഓരോ കരുക്കളെ നീക്കുന്ന രീതിയിൽ നിലകൊള്ളുന്നു എന്ന് ഈ ഒരു 5-2 റീഡിങ് ഇന്ന് വ്യക്തമാകുന്നു. അതല്ല സിംഗിൾ ആൾക്കാരുടെ റീഡിങ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് വർക്ക് ഏരിയയിൽ ചിലപ്പം വർക്ക് ലോഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ചിലപ്പോൾ കുടുംബങ്ങളുടെ ആ ഒരു പ്രാരാബ്ദം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയുള്ള ഏർണിങ്സൊക്കെ വരുമ്പോൾ അതിൽ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പല നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അവർക്ക് ഡീപ്പ് ഡൗൺ ആയിട്ട് ഇത് അവസാനം എനിക്ക് വേണം, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ പൈൽ 1 എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അവർക്ക് ട്രൂ ലവ് ആ ഒരു രീതിയിലായിരുന്നു. പൈൽ 2 എന്ന് പറയുമ്പോഴും അവിടെ സ്നേഹമുണ്ട്, പക്ഷെ അത് ഡയറക്റ്റ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഒരുപാട് നെഗറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർ കുറച്ച് സമാധാനമായിട്ടൊക്കെ നിന്നാലേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അവർക്കറിയാവുന്ന ആ ഒരു എനർജിയാണ്. ഇവിടെ രണ്ടിടത്തും എനർജി ഒരുപാട് കയറി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഇവിടെ പറഞ്ഞത് റെസണേറ്റ് ആയിട്ട് എടുത്താൽ മതി. ബാക്കി വന്ന എനർജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ അതിലേക്ക് അട്രാക്ട് ചെയ്ത് ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്തൊന്നും നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കരുത്. അപ്പോൾ റീഡിങ് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റീഡിങ് കണ്ടതിന് താങ്ക് യു സോ മച്ച്.